ഞാൻ ഡോക്ടർ ജയകുമാർ, ജി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഓങ്കോളജിസ്റ്റാണ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ മാറിലെ ക്യാൻസറിനെ കുറിച്ച് ആണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് ഉള്ളതല്ല. അപ്പോൾ മാറിലെ ക്യാൻസറിന് നേരത്തെ പലരും സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു കാണും, സർജറി വേണം, കീമോതെറാപ്പി വേണം, ചില പേഷ്യൻസിന് റേഡിയേഷൻ വേണം. അപ്പം റേഡിയേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കും. കാരണം ബ്രസ്റ്റ് ക്യാൻസർ ഇപ്പം സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ്. മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള പോലെ തന്നെ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും മാറിലെ ക്യാൻസറിൻ്റെ തോത് വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റും വളരെ പുരോഗമിച്ചുകൊണ്ട് മിക്കവാറും എല്ലാ രോഗികൾക്കും 100% ക്യൂറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് മാറിലെ ക്യാൻസർ പണ്ടൊക്കെ ആണെങ്കിൽ ക്യാൻസർ വന്ന ഉടനെ ബ്രസ്റ്റ് മുഴുവൻ റിമൂവ് ചെയ്യണ ഒരു സർജറി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിന് മാസ്റ്റെക്ടമി എന്ന് പറയും. ഇപ്പോൾ അങ്ങനത്തെ വലിയ ഓപ്പറേഷനൊന്നും ആരും ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ ബ്രസ്റ്റ് കൺസർവേറ്റീവ് സർജറിയാണ് ചെയ്യുന്നത്. ബ്രസ്റ്റ് കൺസർവേറ്റീവ് സർജറി എന്ന് പറഞ്ഞാൽ ക്യാൻസർ വന്ന ഭാഗം മാത്രം, മുഴയും ചിലപ്പം അതിൻ്റെ സ്പ്രെഡ് ചെയ്ത കക്ഷത്തിലോട്ടുള്ള കഴിവുകൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും മാത്രമായിട്ട് റിമൂവ് ചെയ്യുന്ന ഒരു സർജറി, അതിനെയാണ് ബ്രസ്റ്റ് കൺസർവേറ്റീവ് സർജറി. അത് കഴിഞ്ഞ പേഷ്യൻസിന് മിക്കവാറും എല്ലാവർക്കും കീമോതെറാപ്പി വേണ്ടി വരും. കുറേ പേഷ്യൻസിന് കീമോതെറാപ്പി ഇല്ലാതെ അതിൻ്റെ ഹോർമോൺ തെറാപ്പി കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ കീമോതെറാപ്പിയും ഹോർമോൺ തെറാപ്പി ഏതാണെങ്കിലും ബ്രസ്റ്റ് കൺസർവേറ്റീവ് സർജറി ചെയ്ത പേഷ്യൻസിന് റേഡിയേഷൻ ചികിത്സ കൂടെ അത്യാവശ്യമായിട്ട് കൊടുക്കും. അതെന്തിനാന്ന് വെച്ചാൽ ഇനി ഫർദറായിട്ട് ആ ഭാഗത്ത് ക്യാൻസർ വളരാതിരിക്കാനും ഫർദർ സ്പ്രെഡ് വരാതിരിക്കാൻ വേണ്ടിയാണ് റേഡിയേഷൻ കൊടുക്കുന്നത്. ബ്രസ്റ്റ് കൺസർവേറ്റീവ് സർജറി ചെയ്ത പേഷ്യൻസിന് എല്ലാവർക്കും നമുക്ക് റേഡിയേഷൻ കൊടുക്കും. റേഡിയേഷൻ കൊടുക്കുന്നത് ആ ഹോൾ ബ്രസ്റ്റിനും കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ട്യൂമർ ഇരുന്ന ഒരു ഭാഗമുണ്ട്, അതിനെ ബൂസ്റ്റ് റേഡിയേഷൻ എന്ന് പറയും. ഇത് രണ്ടും നമ്മൾ കൊടുക്കും. മുമ്പൊക്കെ ആണെങ്കിൽ വളരെ ലോങ് സിറ്റിംഗ് റേഡിയേഷനാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം മാക്സിമം 15 ദിവസത്തെ റേഡിയേഷൻ, ചില പേഷ്യൻസിന് ഒരാഴ്ചത്തെ റേഡിയേഷൻ, ഇത്രയും നമ്മൾ കൊടുക്കുന്നുള്ളൂ. നമ്മൾ റേഡിയേഷൻ കൊടുക്കുമ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് വളരെ ഒരു ഭയമുണ്ടാകും. കാരണം റേഡിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശരീരം കറുത്തു പോവും, ശരീരം ക്ഷീണിക്കും, ഈ റേഡിയേഷൻ്റെ പ്രശ്നങ്ങൾ ബാക്കി വീട്ടിലുള്ളവർക്ക് ഇത് പടരും, അങ്ങനെയൊക്കെ ഒരുപാട് മിഥ്യാധാരണകളുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. റേഡിയേഷൻ, ഇപ്പോഴത്തെ ആധുനിക റേഡിയേഷൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ആധുനിക റേഡിയേഷൻ നമ്മൾ ലീനിയർ ആക്സിലറേറ്റർ എന്ന് പറഞ്ഞൊരു പുതിയ മെഷീനിലാണ് നമ്മളത് കൊടുക്കുന്നത്. ലീനിയർ ആക്സിലറേറ്ററിൽ വെച്ചിട്ട് നമ്മളതിനെ IMRT അല്ലെങ്കിൽ 3D കൺഫോമൽ തെറാപ്പി, ഈ ഒരു ടെക്നിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ആധുനിക റേഡിയേഷൻ നമുക്ക് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ തൊലിയൊന്നും കറുത്തു പോകില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് മാത്രം ബ്രസ്റ്റ് ടിഷ്യൂവും എസ്പെഷ്യലി പിന്നെ ട്യൂമർ ഇരുന്ന ഭാഗത്തിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് റേഡിയേഷൻ കൊടുക്കുമ്പോൾ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളിലൊന്നും ഭാഗത്തിലും കിട്ടാത്ത രീതിയിലാണ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഹാർട്ട്, ലങ്, പിന്നെ സ്പൈനൽ കോഡ്, ഇങ്ങനത്തെ ക്രിട്ടിക്കൽ സ്ട്രക്ചേഴ്സിൽ റേഡിയേഷൻ ഒരു പരിധി കൂടുതൽ നമുക്ക് കൊടുക്കാൻ കിട്ടിക്കൂടാ. അപ്പോൾ നമ്മൾ പുതിയ ടെക്നിക്ക് വെച്ചിട്ട് കൊടുക്കുമ്പോൾ ബ്രസ്റ്റിൽ മാത്രമായിട്ട് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തൊലി കറുത്തു പോവില്ല, അങ്ങനെ റേഡിയേഷൻ എടുക്കുന്ന ഭാഗത്ത് വേറെ പിന്നെ സ്കിൻ ചേഞ്ചസ് ഇല്ല, അതുപോലെ തന്നെ വേദന ഉണ്ടാവില്ല. റേഡിയേഷൻ എടുക്കുന്ന സമയത്ത് യാതൊരുവിധ വേദനയും ഉണ്ടാവില്ല. ഈ റേഡിയേഷൻ എടുത്ത് വീട്ടിലുള്ളവർക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കോ ഇതിൻ്റെ റേഡിയേഷൻ്റെ കിരണങ്ങളുടെ അംശങ്ങളൊന്നും ആർക്കും കിട്ടില്ല. ഒരു 1.5 മാസം 2 മാസം റേഡിയേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ വശത്തുള്ള ബ്രസ്റ്റ് പോലെ തന്നെ ഇരിക്കും. അപ്പം നോർമൽ ബ്രസ്റ്റ് റീറ്റെയിൻ ചെയ്യാം, പക്ഷേ അസുഖം കംപ്ലീറ്റ് മാറ്റും. അങ്ങനെയുള്ള ഒരു ആധുനിക റേഡിയേഷൻ ചികിത്സയാണ് നമ്മളിപ്പം ബ്രസ്റ്റ് ക്യാൻസറിന് കൊടുക്കുന്നത്. പല പേഷ്യൻസിനും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കീമോതെറാപ്പി വേണ്ടി വരും, ചിലർക്ക് ഹോർമോൺ തെറാപ്പി വേണ്ടി വരും. 5 years ഓഫ് ഹോർമോൺ, അങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോകുന്നത്. അപ്പം ഈ ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ആദ്യം ഒരു മുഴ കണ്ടു കഴിഞ്ഞാൽ അതെന്താണെന്ന് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ സ്റ്റേജ് എങ്ങനെ, ഏത് സ്റ്റേജാണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കും. ഏർലി സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ആദ്യമേ സർജറി തന്നെ അങ്ങ് സജസ്റ്റ് ചെയ്യും. സർജറിയാണ് ഞാൻ പറഞ്ഞത് ബ്രസ്റ്റ് കൺസർവേറ്റീവ് സർജറി. കുറച്ച് അഡ്വാൻസ് സ്റ്റേജ് ആണെങ്കിൽ സർജറിക്ക് മുമ്പേ കീമോതെറാപ്പി അല്ലെങ്കിൽ ചിലർക്ക് ഒരു ഇമ്മ്യൂണോതെറാപ്പി പോലത്തെ ഒരു ടാർഗറ്റഡ് തെറാപ്പി, ഇതിലേതെങ്കിലും കൊടുത്തു കഴിഞ്ഞ് ഈ ട്യൂമറെല്ലാം നല്ല ചുരുങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഈ ബ്രസ്റ്റ് കൺസർവേറ്റീവ് സർജറി ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പേഷ്യൻസിനാണ് നമ്മൾ പിന്നീട് റേഡിയേഷൻ കൊടുക്കുന്നത്. ഇതല്ലാതെ ചിലർക്ക് വളരെ കുറച്ചും കൂടെ അഡ്വാൻസ് സ്റ്റേജിൽ വരുമ്പം സ്കിന്നിലോട്ടൊക്കെ ബാധിച്ചു അല്ലെങ്കിൽ ചെസ്റ്റ് വാളിലൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിന് ചിലപ്പോൾ അത് ഫുൾ എടുത്ത് മാറ്റേണ്ടി വരും. അതിനെ മാസ്റ്റെക്ടമി എന്ന് പറയും. അങ്ങനെയുള്ള പേഷ്യൻസിനും
ഇനി ഫർദറായിട്ട് ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ റേഡിയേഷൻ ചികിത്സ കൊടുക്കുന്നുണ്ട്. പിന്നെ റേഡിയേഷൻ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, കക്ഷത്തിലോട്ട് കഴലുകളോ അല്ലെങ്കിൽ കഴുത്തിലോട്ടോ ഒക്കെ ഇതിൻ്റെ ട്യൂമർ സ്പ്രെഡ് ചെയ്തോ എന്ന് നമ്മൾ നോക്കും. അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് റേഡിയേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഈ ബ്രസ്റ്റ് പേഷ്യൻസ് ഇപ്പോൾ വളരെ കൂടുതലാണ്. അതിന് ആധുനിക ഒരുപാട് ചികിത്സകളുണ്ട്, സർജറി ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു പാർശ്വഫലങ്ങളും അല്ലെങ്കിൽ ഇതുകൊണ്ടുണ്ടാകുന്ന അനുഭവിക്കുന്ന പ്രയാസങ്ങളും പേടിച്ചിട്ടാണ് പലരും ചികിത്സയ്ക്ക് വരാൻ താമസിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നേരത്തെ വരിക, നേരത്തെ കണ്ടുപിടിക്കുക, ചെറിയ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, കംപ്ലീറ്റ് ആയിട്ട് ഭേദമാക്കുക. അതാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ടിഷ്യൂ നമ്മൾ എടുക്കും, ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന കൂട്ടത്തിൽ എത്ര മാത്രം സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്, പിന്നെ ഏതൊക്കെ മരുന്നുകളാണ് അതിൽ ആക്ട് ചെയ്യും, പിന്നെ ഏതൊക്കെ ഹോർമോണാണ് അതിൽ ആക്ട് ചെയ്യും, ഈ എല്ലാം സ്പെഷ്യൽ ടെസ്റ്റെല്ലാം ചെയ്തിട്ട് നമ്മൾ ഓരോ രോഗിക്കും ഉള്ള അനുസരിച്ചുള്ള രീതിയിലാണ് നമ്മൾ ഡോക്ടേഴ്സ് എല്ലാം കൂടെ തീരുമാനിച്ചിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മിക്കവാറും രോഗികൾക്ക് 100% തന്നെ ഈ ബ്രസ്റ്റ് ക്യാൻസർ നമുക്ക് ഭേദമാക്കാൻ പറ്റും.